ടീച്ചർ തന്നെ ലോക്ക് ചെയ്യാതെ പോയത്, ഞാനാ ലോക്ക് ചെയ്തത്. ഇന്നലെ ചോദിച്ചു ആദ്യം ഒരു വശായി കയറുന്നുണ്ട്, ഞാനാ കേക്ക് വന്നത്. നാല് ദിവസം ചോക്ലേറ്റിൽ കത്ത് നിന്നതല്ലേ നീ? എന്നിട്ട് നീ എഴുന്നേറ്റ് വന്നല്ലോ. നിന്നെ സമ്മതിക്കണം ദേവിയെ. നിനക്ക് ഓർത്തെടുത്ത് വീട്ടിലിരുന്നതായിരുന്നു. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഒരാഴ്ചക്ക് ഏരിയ വരില്ലായിരുന്നു. സമ്മതിക്കുന്ന മോളെ, ഇതാണ് തന്നെ 12 കുട്ടികൾക്ക് സ്റ്റേറ്റ് സെലക്ഷൻ ഉണ്ടല്ലേ? എല്ലാം നിന്റെ ഒറ്റൊരാളുടെ എഫേർട്ട്. ഇക്കാലത്ത് ബെസ്റ്റ് ടീച്ചർ ഓഫ് ഫീൽ ഇല്ലാതെ തന്നെ ഞാൻ കൂടെ ആഗ്രഹിച്ചതാ, പക്ഷെ ഭാഗ്യമില്ല. നീ ഇതൊന്നും മിണ്ടാത്തെ? എന്തോടും നന്നായിട്ട്. പിന്നെ നീ എന്തിനാ വന്നേ? കമ്മിറ്റ്മെന്റ്, ക്രാഫ്റ്റ്, ഷട്ടില്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, നീ എന്റെ കമ്മിറ്റ്മെന്റ്സ് കേട്ടിട്ടുണ്ടോ? ഞാനും വിജയണ്ണന്റെ മോളും കൂടെ മറ്റന്നാളെ വിളിച്ചത് ജഡായി പറയ്ക്ക്. നീ വരുന്നോ? ഇല്ല, ഞങ്ങൾ തിരിച്ചുപോകും. ഓ അത് പറ. ആ മലയിൽ മയങ്ങിക്കിടന്ന പെണ്ണ ഇപ്പത്തെ ശരിയും കായലും എത്ര പുണ്യം മതി ചോദിക്കാൻ കൊടുത്തു മതി. അവിടെ ഓൾറെഡി കല്യാണം ചെയ്തു. കല്യാണം കഴിക്കുന്നതിന് എന്നെ ചെയ്യാതായിരുന്നു. പക്ഷെ കല്യാണമേയും നമ്മൾ ദിവസം വരവില്ല. അതനുഭവിച്ചത് മനസ്സിലാവും. വേണ്ടായേ അങ്ങനെ പോകുന്നു. ഒരു ദിവസം സുന്ദരമായിട്ടുണ്ടല്ലോ. വേണം വേണം. എത്ര ദിവസം ലീവ്? ലീവ് 2 ദിവസത്തേക്ക് ലീവ്. ഒരാഴ്ചത്തേക്ക് എഴുതി കൊടുത്തു. വിജയനും വരത്തില്ല വരുന്നാ പറഞ്ഞു. ഓ കല്യാണി ടീച്ചർ വെച്ചോ? അതിന്റെ സുപ്രധാനമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിപ്ലവാഭിവാദ്യം. ഇത് വേറൊരു സമരമല്ല, അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഒറ്റ സമരത്തിന്റെ തെക്കൽ വഴികളിൽ കുത്തിരോടെ നിലനിർത്തിച്ച സഖാവ് കാഞ്ചൻ കല്യാണിയാണ്. 1980 പോലീസ് അന്യായം നടത്തിയപ്പോൾ കാഞ്ചൻ ടാങ്ക് പോലെ ഉറച്ചു നിന്ന കല്യാണിക്ക് നമ്മുടെ എല്ലാ സൗരോദ്യവുമായ കല്യാണി ചേച്ചിയെ ഹാദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഒരു മഹാപുരത്തിന്റെ പരിപാടികൾ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും തലത്തിൽ സ്വാതന്ത്ര്യക്കാരെ തിരയുമ്പോഴാണ് മനുഷ്യർ
പോരാട്ടങ്ങളിലേക്ക് വരുന്നത്. ഇവിടെയും അത് സംഭവിക്കുക. അനിയന്ത്രിതമായ മലയെടുപ്പും അധികാര വർഗത്തിന്റെ തെറ്റായ വികസന നയങ്ങളും നമ്മുടെ തുരുത്തിനെ സർവനാശത്തിലേക്ക് കളിച്ചിരിക്കുക. ഇങ്ങനെ പോയാൽ 4 പട്ടത്തു നിന്നും കടന്നു കയറി നമ്മുടെ തുരുത്തില്ലാതാവും. കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ നമ്മുടെ നാട് എന്നത്തേക്കുമായി മാറി പോവുകയും ചെയ്യും. നമ്മുടെ തുരുത്ത് ഇനി നമുക്ക് നഷ്ടമാകരുത്. നഷ്ടപ്പെടാൻ സമ്മതിക്കരുത്. ഈ മണ്ണിൽ തന്നെ നമ്മൾ ജീവിക്കും. തൊണ്ടു തരുന്നതിന്റെയും കരുതിരിക്കുന്നതിന്റെയും താളം നമുക്ക് വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില ഭീതിയില്ലാതെ ആശങ്കയില്ലാതെ ഉറങ്ങാനും ഉണരാനും കഴിയും. അതിനായി നമ്മൾ പ്രതികരിക്കണം. അധികാരത്തിന്റെ ഏറ്റി മുറികളിൽ മയങ്ങി കിടക്കുന്നവരെ നമ്മൾ സത്യം നോക്കണം. ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഇവിടെ നമ്മൾ തോക്കരുത്. അധികാരത്തിന്റെ അടിച്ചമർത്തലിൽ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, വീട് പോയേക്കാം. പക്ഷെ ഒരു നാൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. നമ്മൾ സമരം വിജയിക്കും. നമ്മുടെ ഇന്ത്യ അപകടികളിൽ ശിശുറത്തിന്റെ വസന്തകാലം വരും. അതിനായി സഖാക്കളെ ശിരസുയർത്തി ഉച്ചത്തിരുത്തി ഉച്ചക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നോട്ട് മുന്നോട്ട്. കായലും കണ്ടലും പോലെ കാടും മലകളും പോലെ ഭൂമിയാകാട്ടും ധാരാളം ഒന്നുപോലെ കോളവും മഴവും ഒന്നുപോലെ തോണി പങ്കായവും ഒന്നുപോലെ മാനത്തെ ഞാനയും മാനത്തെ ഞാനും കാര്യങ്ങളും ഒന്നുപോലെ ആ തുണിയായി മഴക്കാലം മണ്ണോളം നേരം അവനോടും ഉറഞ്ഞവളെ. നീലയിൽ പോലെ മാറി നീല പോലെ